കാര്യങ്ങളൊക്കെ പൈസ കിട്ടും ആന്റി. 2-3 വർഷമായിട്ട് ഇപ്പൊ കിട്ടണ്ട്. അതെ അതെ, ആന്റിക്ക് സംശയം ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ പൈസ കിട്ടുമോ. എന്റെ പൊന്നെ, ഇത് ആരായതാ? പപ്പടത്തിന്റെ ആളാണ് നിധി. ആ, വാരി കൊടുക്കാൻ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ. അപ്പോൾ പിന്നെ ഇന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നിധിക്കുട്ടി നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയതുകൊണ്ട് അവളുടെ തൊട്ടിയൊക്കെ ഞാനൊന്ന് മടക്കി മേളിൽ കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ പുതപ്പും അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയമൊന്നും സാധാരണ ഞാൻ കാണാറില്ലായിരുന്നു ഒരു 2 ആഴ്ച മുമ്പേ വരെ. കാരണം ഒരു 10-11 മണിയാവും ഞാനൊന്ന് ഓണായിട്ട് വരുമ്പം. അതിന് മുമ്പ് എൻ്റെ തല പൊങ്ങു പോലുമില്ല. അതായത് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് കണ്ണ് തുറന്ന് ഇങ്ങനെ വെള്ളേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങണ പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് പോകുന്നത് തന്നെ ആകെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ. അതും ഇവിടെ ആൻറ്റി ആണെങ്കിൽ വിളിച്ച് മടുക്കുമ്പോഴാണ് ഞാൻ കട്ടിലേന്നൊന്ന് എഴുന്നേക്കുന്നത് തന്നെ. അത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഓക്കെ ആവും എന്ന് വിചാരിക്കണം. എനിക്ക് വയ്യാതായ സമയം മുതൽ അഫീനെ മദ്രസയിൽ വിടുന്നതൊക്കെ ഇക്കുക തന്നെ കേട്ടോ. ഒരു 5:45 ആകുമ്പോൾ എഴുന്നേക്കും. പിന്നെ അവനെ റെഡിയാക്കി 6 മണിയാകുമ്പോൾ അവൻ്റെ ഓട്ടോറിക്ഷ വരും. പിന്നെ അവൻ തിരിച്ച് വരുന്നത് 8 മണിക്കാണ്. അപ്പോഴേക്കും പിന്നെ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് ആൻറ്റി വരും. ബാക്കി ആൻറ്റി നോക്കിക്കോളൂ. യൂണിഫോമൊക്കെ ഒന്ന് ജസ്റ്റ് ഇടിപ്പിച്ച് കൊടുത്താൽ മതി. ബാക്കി ഫുഡ് എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആൻറ്റി തന്നെയാണ്. അപ്പോൾ അവനെ ഇവിടെ നമ്മുടെ ചെറുപനത്തടിയുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അന്നൊന്നും എടുക്കാനും ഇടാനൊന്നും പറ്റിയ സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരുന്നത് കേട്ടോ. അതൊക്കെ എടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ രാവിലെ തന്നെ മെയിൻ കലാപരിപാടിക്കാണ് ഞാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, വോമിറ്റിങ്. അത് കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫിയുടെ സ്കൂൾ ബസ് വന്നു. അവൻ ചെരുപ്പിടാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഒരിത്തിരി സമയം വണ്ടി അവിടെ നിർത്തിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് അത്രേ ആയുള്ളൂ യൂണിഫോമൊക്കെ കിട്ടിയിട്ട്. ബുധനാഴ്ചത്തെ യൂണിഫോം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ അവൻ കയറി പോയി. നിധിക്കുട്ടി പിന്നെ ആൻറ്റി അവനെ കയറ്റി വിടുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ആരുടെ പോണേ? നിന്നെ ആരാ കൊണ്ടോണേ? പിന്നെ ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഈ ഒരു വീഡിയോ സത്യത്തിൽ ഞാൻ നമ്മുടെ ആൻറ്റിനെയും കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം അല്ല, ഒരു ഉച്ച കഴിയുന്നത് വരെ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ആൻറ്റി പോകാനിറങ്ങുമ്പോൾ നമുക്ക് ആൻറ്റീൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ ഇത് നല്ല മഴക്കാറൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ, ഇത് ആരായതാ? നമ്മുടെ ആന്റീനെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിധിക്കുട്ടിയാണ്. നമ്മുടെ ആന്റീനെ പരിചയപ്പെടുത്തണേ. അപ്പൊ നിധി നമ്മുടെ ആന്റീനെ കാണിച്ചു കൊടുത്തേ. മടിയായി നിധിക്ക് നാണമായി. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. അപ്പൊ ഇതാണ് നമ്മുടെ ആന്റി. ആന്റി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്താ? ഗോതമ്പ് ദോശ. അവരൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അഫീനെ പിന്നെ ആദ്യം പറഞ്ഞു വിട്ടല്ലോ. ചൂട് 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 ചൂടുണ്ട. അത് കഴിച്ചല്ലേ നമുക്കുള്ളതല്ലേ ഉള്ളൂ. നമുക്ക് ആന്റീനെ വിശദമായിട്ട്. അതെ, എല്ലാരും കഴിച്ചു. നമുക്ക് ആന്റീനെ വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം, ചായ കൂടെയൊക്കെ കഴിഞ്ഞ്.
നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഗോതമ്പ് ദോശയും പിന്നെ കിഴങ്ങും കേട്ടോ. ഇങ്ങനെ കറിയല്ലാതെ ഇതുപോലെ തോരനായിട്ട് കുഴമ്പായിട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഞാൻ കഴിച്ചോട്ടെ? അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. സാധാരണ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നിധിക്കുട്ടി ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ, അതായത് രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് നേരത്തെ തന്നെ ആൻറ്റി ഫുഡ് കൊടുക്കും കേട്ടോ. ആൻറ്റി വന്നതിന് ശേഷം അവളെപ്പോഴും ആൻറ്റിയുടെ കൂടെ തന്നെയാണ്, നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നതും എല്ലാം ആ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അതങ്ങ് സിങ്കായി. അതുകൊണ്ട് ഭയങ്കര വലിയൊരു സമാധാനമാണ്. ഇപ്പം ഞാനില്ലെങ്കിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തും ആൻറ്റീൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ബന്തെടുക്ക ബസ് പണിക്ക് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഇക്കാര്യം നമ്മുടെ സുഖവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ അവരങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പം രാത്രി പ്രതീക്ഷിച്ചാൽ മതി ഇക്കാൻ. അങ്ങനെ ഇതേ ആൻറ്റി ആണെങ്കിൽ നിധിക്കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് തൊട്ടിൽ ഇന്നിപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റോ അവൾ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങണ ഒരു ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ തൊട്ടി കിടത്തി ആട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇത് തൊട്ടി കിടത്തി ആട്ടുന്ന കേട്ടോ. കാരണം അവൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ആൻറ്റിയുടെ ബാക്കി പണികളൊക്കെ സുഗമമായിട്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പുറകെ ഉണ്ടാവും. അപ്പം കുറച്ചുകൂടി താമസിക്കും പണികളൊക്കെ ചെയ്യാൻ. അവൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി പരിപാടിയൊക്കെ കഴിയട്ടെ. അപ്പം ലൈറ്റ് ഓഫ് ആക്കാത്തതുകൊണ്ടാണ് ഉറങ്ങാത്തതെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ആട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി അവിടെ ഇരുന്നു കേട്ടോ. എന്ത് ചെയ്ത് അവൾ ഉറങ്ങണില്ല. ആൻറ്റി കുറേ സമയത്ത് ആട്ടി ഉറക്കി കൊച്ചായി എഴുന്നേറ്റ് തന്നെ. അതെന്താ എഴുന്നേറ്റിരിക്കണേ? എന്തിനാ എഴുന്നേറ്റിരിക്കണേ? ആൻറ്റി ഉറക്കിയതല്ലേ എന്നെ? ആൻറ്റി ഉറക്കിയതല്ലേന്ന്. ഉറങ്ങുന്നില്ലേ? അതാ യോ നിധി ആൻറ്റി അടുക്കളയിൽ പോയി. അമ്മ ഉറങ്ങണില്ലെങ്കിൽ എഴുന്നേറ്റ് വാ. തന്നെ ആടുവാണോ? എന്തേ എഴുന്നേക്കെന്നാ? വായനാ ഒട്ടി കിടക്കണോ? നിനക്ക് ഉറക്കം വന്നില്ലല്ലോ. ഉറക്കം വരുമ്പോ ഉറങ്ങിയാ പോരെ. എത്രാമത്തെ പ്രാവശ്യമാണ് നിന്നെ ആൻറ്റി പിന്നെ ആന്റിനെ കണ്ടപ്പോഴത്തേക്ക് ചാടിക്കിടന്നു. ആൻറ്റി പോയ പുറകെ അവളങ്ങ് എഴുന്നേറ്റുട്ടോ. അപ്പോൾ ആൻറ്റി വന്നിട്ട് പറയായിരുന്നു നിന്നോട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവൾ ഉറങ്ങണ ലക്ഷണമൊന്നും കാണിച്ചില്ല. അവളിങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മളോർത്ത് ഇപ്പം തന്നെ കിടന്നുറങ്ങുമെന്ന്, കാരണം ഉറങ്ങണ ലക്ഷണമൊക്കെ കാണിച്ചായിരുന്നു. പിന്നെ തൊട്ടി കിടത്തിയപ്പോഴത്തേക്ക് ആളുടെ വിധമൊക്കെ അങ്ങ് മാറി. പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നിധിക്കുട്ടീനെ ഉറക്കാമെന്നുള്ള ധാരണയൊക്കെ അങ്ങ് തെറ്റിപ്പോയിട്ടോ. അവളിപ്പം തൊട്ടീന്ന് എഴുന്നേറ്റ് വരും. ഇത് നമ്മൾ സ്റ്റോർ റൂമിൽ നിന്നുള്ള പാത്രങ്ങളും എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചാണ്. സ്റ്റോർ റൂം ഒന്ന് ഒതുക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ പിന്നെ ആൻറ്റിയും ഞാനും കൂടി ഒന്ന് അവിടെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കാമെന്ന് ഓർത്തു. ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മുകളിലേക്കൊക്കെ വെച്ച്. ഓക്കെ, നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മൂടി കിട്ടി വരുന്നുണ്ട്. ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് സ്റ്റോർ റൂം ഒതുക്കാം ഇന്ന്. ഓൾമോസ്റ്റ് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പൈസ കിട്ടും ആൻറ്റി. 2-3 വർഷമായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. അതെ അതെ, ആന്റിക്ക് സംശയം ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ പൈസ കിട്ടുമോ. അപ്പൊ ഇത് നമ്മളിത് ഒരു ഇതെല്ലാം മാറ്റിയിട്ടാണ്. ആന്റിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പോലും. നമുക്ക് തുടങ്ങാം. അവള് വന്നോളൂ. ഞാൻ ഗ്ലാസ് ഇങ്ങനെ ഇതായിട്ട് അവിടെ ഇവിടെ വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഒറ്റ ഇതിൽ അങ്ങ് അടുക്കി വെച്ചതാന്ന്. പിന്നെ കിടന്നു പോയ പിന്നെ ഇങ്ങോട്ട് കേറിയിട്ടില്ല.
അതാദ്യം ഒന്ന് ഒതുക്കി മാറ്റി വെക്കാം, പൊട്ടാതിരിക്കുമല്ലോ. അവിടെ ഇരുന്ന് തുറക്കാം. അത് ഇനി മാറ്റണ്ടല്ലോ. അത് ഈ എലി കയറാതെ, എലി ശല്യം ഭയങ്കരമാണ്. അതിന്റെ ഓരോന്നായിട്ട് എടുത്തോ, ഞാൻ ഇതെല്ലാം വെക്കാം. ഇത് പോയില്ല. ആരാൻ്റെ മറ്റേ ആളാണോന്ന് നോക്കി. അതാണെങ്കിൽ ആ സ്ഥലം കാണിച്ചു കൊടുക്കും. അത് നമുക്ക് ഇവിടെ വെക്കാം. അതൊക്കെ എപ്പോഴും എടുക്കുന്നല്ലേ. അങ്ങനെ മാറ്റി ചെന്നാലും കൈക്ക് തിന്നെടുക്കാൻ മേളി വെക്കാനുള്ള തന്നെ കണ്ടിട്ടില്ലായിരുന്നു. അതവിടെ കൊണ്ട് വലിയ കൊണ്ടുവരില്ലേ. ഓ ഇപ്പം ഹെൽത്തിലെ രണ്ട് മറ്റേ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആൻറ്റി എൻ്റെ കുറ്റം മൊത്തം പറഞ്ഞു കൊടുത്തു. ഞാൻ കമന്ന് കിടക്കുക പോലും, ഫുഡ് കഴിക്കാനുള്ള പോലും. എന്തിനാ എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്തേ? ചിരിക്കണോ? എല്ലാം പറഞ്ഞു കൊടുത്തേക്കോളൂ. കമന്ന് കിടക്കാണ്, ഫുഡ് കഴിക്കാനുള്ള എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ. നേരത്തെ കാട്ടില് മാറ്റമുണ്ട് എന്തായാലും, ഇല്ല ആൻറ്റി? നേരത്തെ കാട്ടില് ഫുഡ് കഴിക്കാനുള്ളേ ഈ ആൻറ്റിക്ക് എന്തോരം കഴിച്ചാലും മതിയാവൂല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളപ്പം സ്റ്റോർ റൂം ഒന്ന് സെറ്റാക്കി. ഇനിയിപ്പം ഈ അടുക്കള നിന്ന് ഒതുക്കാൻ പോവാണ്. എന്നിട്ട് ഫുഡ് കഴിക്കും അല്ലേ? നിധി ഉറങ്ങി കേട്ടോ. നിധി കുറേ വാശി എടുത്ത് ഞങ്ങളുടെ അടുത്ത്. എന്നിട്ട് നിന്ന് കിടന്നുറങ്ങി. അപ്പോൾ നിധിക്കുട്ടിയും ഞാനും ചോറിനാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചോറുണ്ട്, പിന്നെന്താ ക്യാബേജ് തോരൻ, മുട്ട പൊരിച്ചത്, പിന്നെ ആൻറ്റി മോരൊന്ന് അടിച്ച്. ഫാനിടണ്ടെന്നേ, തണുപ്പല്ലേ. അയ്യോ കേറല്ലേ. മോരൊന്ന് മറ്റേ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. ഈ ഇഞ്ചിയും അതുപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇഷ്ടമായോ നിധിക്ക്? സൂപ്പറാണോ? മോര് വേണോ അച്ഛനാ? ഇതൊഴിക്കണോ? കുറച്ച് ഒഴിക്കട്ടെ? അവിടെ ഒഴിക്കണോ? ഒഴിക്കട്ടെ?
അതിട്ടില്ലല്ലോ, ഇതല്ല മെയിൻ. ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഉമ്മി കഴിക്കട്ടെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ആൻറ്റി ഇതേ പപ്പടം പൊരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. പപ്പടത്തിൻ്റെ ആളാണ് നിധി. ആ, വാരി കൊടുക്കാൻ എന്നും ആൻറ്റി വാരി തന്നെ കേട്ടോ. ഇന്ന് ഞാൻ പ്ലേറ്റിൽ വിളമ്പണം കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് തന്നെ കഴിക്കണം. ഇപ്പം നോക്കുന്നിട്ട് വാരി തന്നെ. അത് കഴിച്ചിട്ട് കൊടുക്കാലോ. അതാ വാരിയും കൊടുക്കണം, തന്നെ തിന്നണം അല്ലേ. പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ ആൻറ്റി വന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അത് പുഴുങ്ങി പിന്നെ ഈ വറ്റൽമുളകിൻ്റെ ഒരു ചെറിയ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കി തന്ന് ഞങ്ങളങ്ങനെ വൈകിട്ട് മഴയൊക്കെ നോക്കിയിരുന്ന് അത് കഴിച്ചു കേട്ടോ. യൂണിഫോം ആയിരിക്കും. നല്ല കളർ. ഫ്രീ ആയിട്ടൊന്നല്ല, പൈസ കൊടുക്കണം. ബുധനാഴ്ചത്തെ യൂണിഫോം ബാക്കി ദിവസങ്ങളിലല്ലേ കിട്ടുന്നത്. മറ്റേ പൈസ കൊടുത്തോ? അത് സ്കൂളിൽ കാണും. നീ മറ്റേ പൈസ കൊടുത്തോ? ഇതിന്റെ ബാലൻസ് കിട്ടിയില്ലേ? നനയാതെ കയറി വന്നേ. അപ്പോൾ ആൻറ്റി ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ആൻറ്റീനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ഇന്നിപ്പം ഈ വീഡിയോ. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ആൻറ്റീനെ പരിചയപ്പെടുന്നത്. ആൻറ്റിയുടെ പേരെന്നാ? ലിസി. വീട് കോളിച്ചാലിന് ഉള്ളിലേക്കല്ലേ? അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഒരാഴ്ച കിടന്ന കിടപ്പായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ആകെ കഴിച്ചുകൊണ്ടിരുന്ന ലൈം ജ്യൂസ് പിന്നെ ചൂടുവെള്ളം മാത്രം. അത് മാത്രമാണ് കഴിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്ത് എന്തായാലും നമുക്കൊരാളെ അന്വേഷിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ പിന്നെ ഒരു 3-4 ദിവസം ഇത് തന്നെ ഇങ്ങനെ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കലും അന്വേഷിക്കലൊക്കെ ആയിരുന്നു. നമുക്കറിയില്ല, ഇത് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, ഇത് എങ്ങനെയാണ് എവിടെയാണ് ചോദിക്കേണ്ടത് ഒന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ ആൻറ്റിയുടെ മോൻ എന്ന് പറഞ്ഞത് ഇക്കടെ ഫ്രണ്ടാണ് നമ്മുടെ ജോൺസൺ. അപ്പം ജോൺസൻ്റെ അടുത്ത് വെറുതെ ഒക്കെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചാണ് അമ്മ ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ഡെലിവറി ഒക്കെ നോക്കാൻ അല്ലേ, ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കാൻ പോകുന്നതാണ്. അപ്പോൾ നീ ഒന്ന് ചോദിച്ചു വെക്കാൻ പറഞ്ഞ് ഇക്കന്ന് ഡയറക്റ്റ് ആൻറ്റിയുടെ വീട്ടിൽ പോയി. എന്നാ ഒന്ന് പറഞ്ഞേ? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, വന്ന് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്വേഷണം പറഞ്ഞു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് വയ്യ, അപ്പം വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്. അപ്പൊ പിന്നെ ആന്റി ഓക്കെ പറഞ്ഞല്ലോ. അപ്പൊ തന്നെ വേറെ ജോലി ഇല്ലായിരുന്ന സമയമായിരുന്നു. ഉണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യം അത് നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും കൊച്ചും കൂടെ ഇവിടെ വന്നു, വീട്ടിൽ വന്നു. വന്നു കഴിഞ്ഞായിരുന്നു, പെണ്ണില്ലായിരുന്നു. അപ്പം വന്നപ്പം പറഞ്ഞു, പിന്നെ ചേച്ചി എനിക്ക് വരണം, ആന്റി വരണം, വരാതിരിക്കരുത്. ഞാൻ പറയാ നിനക്ക് എവിടുന്നെങ്കിലും കിട്ടൂടാന്ന് അവനോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവന് ഭയങ്കര വിഷമത്തിലായിരുന്നു അവൻ പോയത്. അങ്ങനെ ആന്റി പിന്നെ ഉള്ള തിങ്കളാഴ്ച മുതലാ വന്നേ. അപ്പൊ എനിക്ക് ഏറ്റവും നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് ഒരാളങ്ങനെ നമ്മളങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. മഴ ആയതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടിന്റെ പ്രശ്നം കാണും. മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോഴേക്കും മഴ പെയ്തു, അതുകൊണ്ട് ഓഫാക്കി. അവനും വന്നിട്ട് വന്ന് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കേസായിരുന്നു. അതായിരുന്നു ഈ കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം പിള്ളേരുടെ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഏതായാലും മൂലയ്ക്ക് കിടക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തിങ്കളാഴ്ചയാണ് ആൻറ്റി വരുന്നത്. അപ്പൊ ഈ നിധി അങ്ങനെ എല്ലാവരുമായിട്ട് ഇക്കടെ ഡ്രസ്സ് തിരിച്ചൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കണം. ഇതെന്തോ ഇത് ലോഹ പോലെ ഉണ്ട്. എന്നിട്ട് അപ്പം ഈ നിധി അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും പെട്ടെന്ന് അങ്ങനെ അടുക്കൂല. അഫി എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യും, പെട്ടെന്ന് അടുക്കും. പക്ഷെ നിധി അങ്ങനെ പരിചയമില്ലാത്തവരുടെ അടുത്ത് അങ്ങനെ അടുക്കുവോ ഒന്നുമില്ല.
അപ്പം എനിക്ക് അതായിരുന്നു ഏറ്റവും പേടി. ഇപ്പം വരുന്ന ആളെ അവൾക്ക് ഇഷ്ടാവോ അല്ലെ അവളുമായിട്ട് മിങ്കിൾ ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറക്കം ഞാൻ അതായത് നിധി തൊട്ടിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു ഉറക്കം എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ആൻറ്റി ആദ്യമായിട്ട് വന്നെ. അപ്പം ഞാനിങ്ങനെ കണ്ണ് തുറന്ന് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നിധീനെ ആൻറ്റി എടുത്തു തൊട്ടിന്ന്. അപ്പം തന്നെ ഇവളിങ്ങനെ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തോളിൽ അങ്ങനെ തന്നെ ചാഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി. അപ്പം എനിക്ക് തോന്നി ഇത് എന്തായാലും വർക്കാവുമെന്ന് തോന്നി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യവും നിധിയുടെ A to Z കാര്യങ്ങൾ നോക്കിയത് ആൻറ്റിയാണ്. കാരണം ഞാൻ കിടപ്പാണല്ലോ. അപ്പോൾ അവളെ കുളിപ്പിക്കലായിക്കോട്ടെ, ഫുഡ് കൊടുക്കലായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആൻറ്റിയാണ് ഇന്ന് വരെ. പിന്നെ അതുപോലെ തന്നെ അഫിയുടെയും. പിന്നെ ആൻറ്റി വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു. രാവിലെ എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു നിനക്ക് എന്താ വേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഉണ്ടാക്കി തരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കേണ്ടത് കഴിക്കേണ്ടി വരും, എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് നമ്മൾ കപ്പ എന്താ മുഴുങ്ങിയത് അല്ലേ, കപ്പ ഇക്കാട് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ ചെണ്ടങ്കപ്പ മുഴുങ്ങി ചമ്മന്തി കുറേ ദിവസത്തേക്ക് അത് തന്നെയായിരുന്നു. പിന്നെ അതിനോടുള്ള കൊതിയൊക്കെ അങ്ങ് മാറി. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാക്കി തരും ആൻറ്റി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൻറ്റി പോകും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കലില്ല. അതായത് ആൻറ്റി ഇവിടെ ഉള്ള സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് കഴിക്കലുള്ളൂ. കാരണം ആൻറ്റി കഴിപ്പിച്ചേ ഇറങ്ങുള്ളൂ. ഇപ്പോൾ കിടക്കുവാണെന്നുണ്ടെങ്കിൽ വന്ന് നീ കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ആൻറ്റി വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയത്, എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. പിന്നെ നിധിയുടെ ഇപ്പോൾ രാവിലത്തെ ആയതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നിധിയായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ. ഇപ്പം അതും ഓക്കെ ആയി. ഇത് എന്ത് ഡ്രസ് ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇനി ആൻറ്റിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ആൻറ്റിക്ക് നമ്മുടെ നല്ലപോലെ കഴിക്കണം, വേറെ ഒന്നും ചെയ്യണ്ട, ഭക്ഷണം കഴിക്കണം, അത് മാത്രമാണ് ആൻറ്റിയുടെ കൺസേൺ. പിള്ളേരാണേലും എൻ്റെ ആണേലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ബാക്കി പരിപാടിയുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ നീ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ ചെറുക്കട്ടെ. പിന്നെ വേറെ എന്താ പറയാൻ വന്നേ? പക്ഷെ എന്തോ ഒരു കാര്യം ഓർത്തേട്ടോ. നമുക്ക് നമ്മളെ ഈ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാണ്, അതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ആൻറ്റിക്ക്. ജോൺസന്റെ എൻ്റെ ഇക്കടെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെയായിരുന്നു ജോൺസന്റെ കല്യാണം. അന്ന് ഞാനിവിടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരൊറ്റ പ്രാവശ്യമാണ് ഞാൻ ആൻറ്റീനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ, അതായത് ജോൺസന്റെ അമ്മയാണെന്നുള്ള അറിയാമെങ്കിൽ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോയുടെ കാര്യം അതൊന്നും ആൻറ്റിക്ക് അറിയില്ല, വീഡിയോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഈ ഇടയെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നമുക്കിങ്ങനെ ഒരു ചെറിയ ചാനലൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റിയുടെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു ഒത്തിരി ആൾക്കാർ കാണുമോ, അവരെന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് പിന്നെ താഴെ ശാരി ചേച്ചി പറഞ്ഞല്ലേ, ഒരു ദിവസം അവിടെ പോയപ്പോൾ ഇങ്ങനെ ശാരി ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മുടെ വീഡിയോയിൽ കണ്ടു എന്നൊക്കെ. അപ്പം എന്തായാലും ആദ്യമായിട്ടൊരു വീഡിയോയിലൊക്കെ മറ്റേ ഷോർട്സ് വീഡിയോ ഇല്ലേ അത് ജോൺസൺ പറഞ്ഞോ? മറ്റേ ജോൺസൺ ഞാൻ അമ്മച്ചിനെ കുളിപ്പിക്കാൻ പോകുന്ന അവര് കാണോ? അവര് രണ്ടും കണ്ടു. അവൻ പാർത്തൂർന്നുണ്ട്. ചേച്ചി ഡാൻസ് കളിക്കുന്നു, കൊച്ചു കയ്യിലിരുന്ന് കളിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഇന്നലെ ചെന്നിട്ട് എന്നെ കളിയാക്കിട്ട് തന്നെയായിരുന്നു. അവളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ ഫോണിലുണ്ടായിരുന്നു. ആന്റി വേറെ വീട്ടില് ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ അവിടത്തെ അവര് കണ്ടായിരുന്നു നമ്മുടെ വീഡിയോ, ആന്റിയുടെ വീഡിയോ. അതെന്തായാലും കൊള്ളാം. അപ്പൊ എന്താ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സോ ആന്റി പോകാൻ വേണ്ടിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. മഴയ്ക്ക് മുമ്പ് ഒന്ന് ആന്റി പൊക്കും. അതായത് ഇക്കോണ്ട് ചില സമയങ്ങളിലൊക്കെ കൊണ്ടുവിടും. പക്ഷെ ഇവിടെ നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോ കിട്ടൂല, ഇപ്പൊ ഇവിടുന്ന് പനത്തടി വരെ നടക്കണം. അങ്ങനെ പോരാനുള്ള കേറിയിരിക്കുന്നുണ്ട്. പലരും പോകാൻ നേരത്ത് ഒരു എന്നാ ആന്റി പൊക്കോട്ടെ അല്ലേ? ഞാൻ പൊക്കോളാവേ. പറഞ്ഞില്ല മുമ്പ് ഒട്ടിക്കഴിഞ്ഞൂടെ. ഇത് എന്ത് ഡ്രസ്സൊക്കെ ഇങ്ങനെ മറച്ച് തന്നെ ഇട്ടേക്കണേ. അത് വേറെ ഉടുപ്പിട്ടുണ്ടോ? വേറെ ഉടുപ്പിട്ടുണ്ടോ? ഞാൻ പോയി വെക്കാത്ത നോക്കുന്നുണ്ടോ? വേറെ ഉടുപ്പിട ചെല്ല, വേറെ ഉടുപ്പിട്ടുണ്ടോ? അടേ ആരോഗ്യം എനിക്കത് മതിന്ന്. നീ എങ്ങോട്ടാ പോകുന്നേ? ആന്റി പോട്ടെ, ഞാൻ പോവാ. നീ പോവാ. വേറെ ഉടുപ്പിട്ടുണ്ടോ?
വേണ്ട ഒരു ഉടുപ്പിട്ടുണ്ട് വാടി, നല്ല ഉടുപ്പിട്ടുണ്ട് വാ. അല്ലെ ബാബി ഇങ്ങനെ മഴക്കുറി ബസ് കയറി പോകാനുള്ളതല്ലേ? നല്ല ഉടുപ്പിട്ടുണ്ട് വാ. വായി കഴിയിടല്ലേ? ടാറ്റ പോകും. ടാറ്റ വന്നേരം ഒരു ഉമ്മ എന്നാലിക്ക് ഒരു ഉമ്മ ടാറ്റ എന്താ ഒരു ഉമ്മതാ ഉമ്മ കടി കെട്ടിപ്പിടിച്ചുമ്മ കെട്ടിപ്പിടിക്കണി ഇത് കൈയില്ല ഏത് ഉമ്മ കാടി കെട്ടിപ്പിടിച്ചു ഉമ്മ എൻ്റെ ഒരു മുട്ടയെ പിടിച്ച് തരാം കേട്ടാ. ഉച്ചക്ക് നിന്നെടുക്കല്ലേ. സാധാരണ ആൻറ്റി ഇവളെ കാണാതെയാണ് കേട്ടോ പോവാറ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ മുമ്പസ്ത്ത് വന്നിരുന്നതാണ്. അപ്പോൾ അവളിരുന്ന് കരയുന്ന കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.